സൂറത്തു നസറിലാണ് പിന്നീട് ഇതിനെക്കുറിച്ച് എടുത്ത് പറയുന്നത്. അവിടെ പറയുന്നത് ഇദാ ജാ നസ്റുല്ലാഹി, അതായത് അള്ളാഹുവിൻ്റെ നസറിനെ ഒറ്റയ്ക്ക് പറയാതെ അള്ളാഹുവിൻ്റെ സഹായമെന്ന് പ്രത്യേകമായിട്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നു. അതിനുശേഷം പിന്നെ പറയുന്നത് വൽ ഫത്ഹ്, അലിഫ് ലാം ഇട്ടുകൊണ്ട് പറയുന്നു ഒരു പ്രത്യേക വിജയം അത് നിങ്ങൾക്ക് വരുമ്പോൾ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ദീനിൽ അള്ളാഹ് കൂട്ടം കൂട്ടമായി ജനങ്ങൾ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. അപ്പോൾ അവിടെ എടുത്തു പറഞ്ഞു വന്ന ഒരു സംഗതി, ഫത്ഹിനെ കുറിച്ച് നേരത്തെ ഒരു വ്യക്തതയില്ലാതെ പറഞ്ഞ ഫത്ഹും നസറിനെ കുറിച്ച് അഥവാ വിജയത്തെക്കുറിച്ചിട്ടും സഹായത്തെക്കുറിച്ചും വ്യക്തതയില്ലാതെ പറയുമ്പോൾ അതിനെ അറിയപ്പെടാത്തൊരു സംഗതിയായിട്ട് പറയുമ്പോൾ അതിനെ അറിയപ്പെട്ടതായിട്ട് അടുത്ത് നമ്മൾ സൂറത്തിൽ ഇതിൻ്റെ ഇടയിൽ എവിടെയും നസറും ഫത്തും വരുന്നില്ല. വരുന്നത് സൂറത്തുൽ നസറിലാണ് പിന്നെ അതിന് ശേഷം വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് എന്നത് അറബി ഭാഷാ നിയമപ്രകാരം. അതിന് നേരെ മേലുള്ളത് ഫത്തഹ്, അതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ആഗോള വിജയമാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. അതിൻ്റെ ഏറ്റവും അതിനേക്കാൾ രസമുള്ള സംഗതി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ വിജയം വരും എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് തൻ്റെ ഉമ്മത്തിനെ കുറിച്ചുള്ള വളരെ അവസാന കാലഘട്ടത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തിരുന്നു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്മാർക്ക് അവരുടെ ഉമ്മത്തിൽ പിന്നീട് വരുന്ന അവസ്ഥയെക്കുറിച്ചിട്ട് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും. കശ്ഫിൽ കാണിച്ചു കൊടുക്കും. ആ കശ്ഫിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ റൂഹിൽ ഒരു പ്രകമ്പനമുണ്ടാവുന്നു. ആ പ്രകമ്പനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുത്ത കശ്ഫിൻ്റെ പ്രകമ്പനമാണ് അദ്ദേഹത്തിൻ്റെ റൂഹിൽ നിന്ന് ലഭിക്കുന്ന ഒരു രോദനമാണ് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ എത്തുന്നതും ആ സമയത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗം ഉണ്ടാകുന്നതും. വീണ്ടും ശിർക്കിൻ്റെ അവസ്ഥ വരുമ്പോൾ ഈസാ നബിയുടെ ഹൃദയം വീണ്ടും ആത്മാവ് വീണ്ടും ആ പ്രകമ്പനത്തിന് വിധേയനാകുമെന്നും ആ സമയത്ത് വീണ്ടും മസീഹിൻ്റെ പുനരാഗമനം ഉണ്ടാകുമെന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ കമാലാത്തെ ഇസ്ലാമിൽ എടുത്തു പറയുന്നു. അതായത് ആ പ്രവാചകന്മാർക്ക് കശ്ഫിയായ നിലയിൽ അവരുടെ ഉമ്മത്തിനെ കുറിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഈ അവസ്ഥ നബി തിരുമേനിയുടെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും നബി തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ലാനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഹും മസാജിദ. മരണത്തിന് അല്പ ദിവസം നേരം മുമ്പ് യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു ശപിക്കുമാറാകട്ടെ, അവർ ശിർക്കിലകപ്പെട്ടത് എങ്ങനെയാണ് പ്രവാചകന്മാരുടെ ശവകുടീരങ്ങളെ അവർ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരുപാട് പ്രയോഗങ്ങൾ നബി തിരുമേനി അവസാന കാലഘട്ടത്തിൽ പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണുന്നു. ഹുസൈഫ ബിൻ യമാൻ എന്ന് പറയുന്നൊരു സഹാബി ഈ കാര്യത്തെ ഏറ്റവും കൂടുതൽ നിവേദനം ചെയ്ത സഹാബിയാണ്. അദ്ദേഹം തന്നെ എടുത്തു പറയാണ്, എനിക്ക് അവസാന സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം നബി തിരുമേനിയെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കല്, എല്ലാവരും നന്മയെക്കുറിച്ച് ചോദിക്കും, ഞാൻ തിന്മയെക്കുറിച്ചാണ് ചോദിക്കാൻ. എന്താണെന്ന് വെച്ചാൽ അതിന് രക്ഷപ്പെട്ടിട്ടെങ്കിലും നമുക്ക് അപ്പോൾ സഹാബത്തിൽ ഇത് മനസ്സിലാകുന്നത്, സഹാബത്തിൽ ഇങ്ങനെ ഒരു തിന്മ മുസ്ലിം സമുദായത്തിന് വരാൻ പോകുന്നു, ഒരു ശിക്ഷ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സഹാബത്തിൽ അങ്കലാപ്പുണ്ടായിരുന്നു. അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏത് ഹദീസ് എടുത്താലും അവിടെ ഒരു ഇമാമിനെയും അള്ളാഹുന്ന് വരുന്ന ഒരാളെയും അതല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് തിരിച്ചു പോകാം. ആ ഒരു കാര്യത്തെക്കുറിച്ചുകൂടെ മനസ്സിലാക്കിയാൽ, അത് അദാബിനെ കുറിച്ച് തിരുമേനി പറഞ്ഞെങ്കിൽ ഇതിന് നേരെ തൊട്ടുള്ള ആയത്തിൽ സൂറത്തുൽ അഹബാണ്. ദജ്ജാലിൻ്റെ ഫിത്ന മുഖേന ഇറങ്ങുന്ന അഗ്നിയുടെ ശിക്ഷയും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അഗ്നിയുടെ പ്രയോഗങ്ങൾ, മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞെളിപിരി കൊള്ളുന്ന അഗ്നി കൊണ്ടുള്ള പ്രയോഗത്തെക്കുറിച്ചാണ് സൂറത്തുൽ അഹബിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വരാനിരിക്കുന്ന താക്കീതുകളും മുസ്ലിങ്ങൾക്ക് ഉള്ള രക്ഷയും രണ്ടും അടുത്തടുത്ത സൂറത്തിലാണ് അവസാനത്തിൽ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ആ സൂറത്തിൽ പ്രയോഗിച്ച നസ്റും ഫത്തഹും രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഈ സൂറത്തു സഫിലാണ് എന്നുള്ളത് കൂടി മനസ്സിലാവുന്നു. ഇനി അതിന് ശേഷമുള്ള ആയത്തുകൾ ഇതിനേക്കാൾ സുവ്യക്തമായ നിലയിലാണ് ഈ കാര്യത്തെ വിവരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു വശം. അതിനുശേഷം യാ അയ്യുഹല്ലദീന ആമനു, വീണ്ടും അതേ പ്രയോഗമാണ്. അല്ലയോ മുഅ്മിനീങ്ങളെ, കൂനു അൻസാർ അല്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളായി മാറുക. ഒരു പ്രധാന കാര്യം ഖലീഫത്തുൽ മസീഹ് സാനി ഇസ്മു അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അതിനെ കൂടി അധികരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ ഹുസൂർ പറയുന്നൊരു സംഗതി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അൻസാരികളും മുഹാജിറുകളും രണ്ട് വിഭാഗമുണ്ട്. അതിലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൻസാറിനോടും മുഹാജിറിനോടും സ്നേഹമുണ്ട്. അവിടെ കൂനു അൻസാർ അല്ലാ എന്ന് വിളിച്ചു പറഞ്ഞാൽ അൻസാരികളായി തീരുക എന്നുള്ള ടെക്നിക്കൽ അവസ്ഥയിലാണ് വരിക. മറ്റൊരർത്ഥത്തിൽ അതിനാരും എടുക്കൂല.
അവിടെ നബി തിരുമേനിയുടെ കാലഘട്ടത്തിൽ ആ മുഹാജിരീങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ നബി തിരുമേനിക്ക് അൻസാരിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ അൻസാരിങ്ങളെക്കാൾ കൂടുതൽ മുഹാജിരിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നെന്നോ എടുത്തു പറയാൻ ഒരു സാധാരണഗതിയിൽ ഇസ്ലാമിക ചരിത്ര പഠിതാവിന് സാധിക്കുകയില്ല. അവിടെ പറയുന്നത് അൻസാറുള്ള, നിങ്ങൾ അള്ളാഹുവിൻ്റെ അൻസാരിങ്ങളായി മാറുക. എങ്ങനെ? ഖാലൽ ഹവാരി, എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? കമാ ഖാല ഈസബിനു മറിയമ ലിൽ ഹവാരിയീന വൻ അൻസാരിയിലല്ല. ഈസബിനു മറിയം ഹവാരിങ്ങളോട് മൻ അൻസാരിയിലല്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു. ആ സമയത്ത് അവരെന്ത് പറഞ്ഞു? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുള്ള, ഹവാരിങ്ങൾ പറഞ്ഞു നഹ്നു അൻസാറുള്ള. ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് ഓരോ രണ്ട് കാര്യങ്ങളെ കുറിച്ച് എടുത്തെടുത്ത് ഖുർആൻ പറഞ്ഞു വരുന്നത്. ഒരു ഭാഗത്ത് മൂസാ നബി പറഞ്ഞു പറയും, അതിന് ശേഷം പിന്നെ ഈസാ നബി പറഞ്ഞു പറയും. ഇതിൻ്റെ നേരെ ശേഷമുള്ള ആയത്തുകളിൽ നബി തിരുമേനിയുടെ രണ്ട് നിയോഗമാണുള്ളത്. അടുത്ത സൂറത്തുൽ ജുമയിൽ രണ്ട് നിയോഗമാണുള്ളത്. ആ രണ്ട് നിയോഗത്തിൽ ആദ്യത്തേതിൽ നബി തിരുമേനിയുടെ ആദ്യകാലത്തെയും രണ്ടാമത്തേതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിപുരുഷനായി വരുന്ന മസീഹിനെ കുറിച്ചുമാണ് വിവരിക്കുന്നത്. അപ്പോൾ അവിടെ അൻസാറുള്ള എന്ന് ഈസാ നബി പറഞ്ഞതിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ ആ ഈസാ നബിയുടെ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പറയേണ്ടതാണെങ്കിൽ മൂസാ നബി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഓർക്കേണ്ടിയിരുന്നത്. ഇവിടെ അതിനുശേഷം പറയുന്ന മറ്റൊരു കാര്യം, നഹ്നു അൻസാറുല്ലാഹ് ഫആമന ത്വായിഫത്തും മിൻ ബനി ഇസ്രായേൽ വ കഫറ ത്വായിഫ, അങ്ങനെ ബനു ഇസ്രായേലിൽ നിന്നുള്ള ഒരു വിഭാഗം അദ്ദേഹത്തിൽ വിശ്വസിച്ചു, ഒരു വിഭാഗം അതിനെ നിഷേധിച്ചു. ഫഅയ്യദ്നല്ലദീന ആമനു അലാ അദുവിഹിം, അവരുടെ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹു അവരെ സഹായിച്ചു മുഅ്മിനീങ്ങളെ. ഫഅസ്ബഹു ലാഹിരീൻ, അവർ ലാഹിരീങ്ങളായി. നമ്മൾ നേരത്തെ ഓതിയ ആയത്തിൽ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി എന്ന് പറഞ്ഞു. മറ്റെല്ലാ പ്രത്യയശാസ്ത്രങ്ങളുടെ മേലും ലാഹിറാക്കുന്ന ഒരു ഘട്ടമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടിയാണ് നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാറ്റിൻ്റെയും മേലെ ഇൽഹാർ അലദ്ദീൻ കുല്ലി, എല്ലാ ദീനിൻ്റെ മേലും വിജയം നൽകുന്ന അതേ കാര്യം തന്നെ രണ്ടാമതെടുത്ത് പറയുന്നത് മോമിനിങ്ങൾക്ക് കാഫിരിങ്ങളും മേൽ ലാഹിരീൻ, അവരെ വിജയിപ്പിക്കുന്നവരായിട്ട് അള്ളാഹു മാറ്റും എന്നാണ് പിന്നീട് ഖുർആൻ അതിനെ തുടർന്ന് പറയുന്നത്. ഇവിടെ കാഫിർ മുസ്ലിം എന്നുള്ള ആ പ്രയോഗം കൂടി മനസ്സിലാവുന്നു. വരാനിരിക്കുന്ന ഒരാളെ വിശ്വസിക്കുകയോ വിശ്വാസിക്കാതിരിക്കുകയോ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. പക്ഷേ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അവിശ്വസിച്ചാൽ അയാൾ കാഫിറായി മാറും എന്നതിലൊരു സംശയമില്ല. ഇവിടെ മുസ്ലിമിനെ കാഫിറാക്കുന്ന അവസ്ഥയല്ല, മറിച്ച് അള്ളാഹു അയച്ച ഒരാളെ, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്ന ഒരാൾ മുസ്ലിം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ മുസ്ലിമായിക്കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന, നബി തിരുമേനി തന്നെ പറഞ്ഞിട്ടുള്ള, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാൾ വരുമ്പോൾ അതിനെ നിഷേധിക്കുമ്പോൾ ആ ആളെ നിഷേധിക്കുന്ന കാഫിറായി മാറുന്നു. നബി തിരുമേനിയെ നിഷേധിക്കുന്ന ആളായി മാറുന്നത് നബി തിരുമേനി പറഞ്ഞതിനെ നിഷേധിക്കുമ്പോൾ നബി തിരുമേനിയെ നിഷേധിക്കുന്നു. ഒരു കുഫറിൻ്റെയും ഈമാന്റെയും ഘട്ടത്തിലാണ് വാസ്തവത്തിൽ അഹമ്മദ് എന്നുള്ള ആ വാഗ്ദത്ത പുരുഷന്റെ നിയോഗം എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത നിലയിലാണ് ഖുർആൻ വിവരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ച് ഒരു നോട്ടം കൂടി നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞ സംഗതി, അതായത് അൻസാറുള്ള എന്ന് പറയുമ്പോൾ ഞങ്ങൾ അള്ളാഹിൻ്റെ അൻസാരിങ്ങളാണെന്ന് പറയുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം കൊണ്ടും തങ്ങളുടെ നഫ്സ് കൊണ്ടും ജിഹാദ് ചെയ്യുന്ന ഒരു വിഭാഗം. ഈ ജിഹാദ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് ഇസ്ലാമിൻ്റെ ലോകത്ത് അങ്ങോട്ട് പറഞ്ഞ് പരത്തൽ മാത്രമാണെന്നാണ്. അതല്ല യഥാർത്ഥത്തിലുള്ളത്. യഥാർത്ഥത്തിൽ അതിനെ ആദ്യം അതിജയിപ്പിക്കേണ്ടത് നമ്മുടെ നഫ്സുകളിലാണ്. ജിഹാദിന് ഖുർആനിൽ എല്ലാ സ്ഥലത്തും പ്രയോഗിച്ച, എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാവുന്നൊരർത്ഥം അതാണ്. അതായത് നമ്മുടെ നഫ്സിനോടുള്ള ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ജിഹാദും അതാണ്. നമുക്ക് ഇസ്ലാമിൻ്റെ വിജയത്തിനെ കുറിച്ച് ഉഖ്റാ തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഹബ്ബത്ത് വെക്കുന്ന, ഹുബ്ബ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തെ പറയുള്ളൂ, നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തെയാണ് ഹുബ്ബ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ഫലം ഉണ്ടാവണം. ഹബ്ബ് എന്ന് പറഞ്ഞാൽ വിത്താണ്. വിത്ത് വിതച്ചു കഴിഞ്ഞാൽ ആ വിത്തിൽ ഉള്ള ഗുണങ്ങൾ, ഒരു മരത്തിൽ നിന്ന് എടുക്കുന്ന വിത്തിൽ മുളക്കുന്ന വിത്തിന്, അതിൻ്റെ ചെടിക്ക് ആ മരത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. അതേപോലെ ദീനിൻ്റെ വിജയത്തെ ഇഷ്ടപ്പെടുന്ന ആള് ഒരു വിത്താണ് അതിനുള്ളത്.
അതായത് ഇസ്ലാമിൻ്റെ ആഗോള വിജയത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആ ദീനിൻ്റെ വിത്തായിട്ടാണ് നിലകൊള്ളേണ്ടത്. ആദ്യം ആ വിജയത്തിന് എന്തെല്ലാം തലങ്ങളിൽ അതിൻ്റെ വിജയമുണ്ടോ അതൊക്കെയും അയാളുടെ ഉള്ളിൽ അയാൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കണം. എങ്കിൽ മാത്രമേ ഉഖ്റാ തുഹിബ്ബൂനഹ എന്ന് പറയുന്ന വൃത്തിയുള്ളൂ. ഞാനിത് പറയുമ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിൽ നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത് 2 തരത്തിലുള്ള പദ്ധതികളാണ്. ഒന്ന്, നമ്മുടെ നഫ്സിനോട് നമ്മൾ ചെയ്യേണ്ട ഇത്. അഹ്മദ് എന്ന് പറഞ്ഞതും മുഹമ്മദ് എന്ന് പറഞ്ഞതിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പല സ്ഥലങ്ങളിലും അഹമ്മദിനെ കുറിച്ച് വിവരിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു സംഗതി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്നും അള്ളാഹു ഹംദിൻ്റെ എങ്ങനെയാണ് ഉടമ എന്നും കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. മറ്റൊന്ന്, നബി തിരുമേനിയുടെ മേലുള്ള അപരാധങ്ങളും അള്ളാഹുവിൻ്റെ പേരിലുള്ള തെറ്റിദ്ധാരണകളാണ്, സിഫത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അകറ്റേണ്ടത് നമ്മുടെ നാക്കിലൂടെയാണ്, നമ്മുടെ പ്രചാരണത്തിലൂടെയാണ്. ഈ 2 തലത്തിലും നമ്മൾ അതിനെ കൊണ്ടു നടക്കുന്നുവെങ്കിൽ മാത്രമാണ് വഉഖ്റാ തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയുന്ന ആ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതായത് ലോകത്ത് ശൈത്താനുമായിട്ടുള്ള അന്തിമ യുദ്ധത്തിൽ ശൈത്താൻ എല്ലാ തരത്തിലും പരാജയപ്പെടുകയും സത്യത്തിൻ്റെ അന്തിമ വിജയം സംഭവിക്കുകയും ചെയ്യുക എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ സജ്ജനങ്ങളും ആഗ്രഹിച്ചു വന്നതാണ്. ആ ആഗ്രഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അതിൻ്റെ ഒരു തഖ്ദീർ അള്ളാഹു എല്ലാ കാര്യത്തിനും സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞ ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഖദറിൻ്റെ കാലഘട്ടമാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖദറിൻ്റെ കാലഘട്ടം. അതാണ് ലൈലത്തുൽ ഖദറിൻ്റെ കാലഘട്ടം. അള്ളാഹു ആ ഒരു പ്രത്യേക രാത്രിയുടെ ഒരു നിർണിത കാലഘട്ടമാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രകാശം ലോകത്ത് വിജയിപ്പിക്കപ്പെടുന്നത്. ആ സമയത്ത് നഫ്സിൻ്റെ ആ ജിഹാദിനെ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, അഹമ്മദിയത്ത് കൊണ്ട് കിട്ടുന്ന ഒരു ലാഭം, ഞാൻ അതിൻ്റെ ഒബ്ജക്റ്റ് മാറ്റർ, അതായത് അഹമ്മദിയത്ത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു, ഈ രംഗത്ത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു രംഗം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചു തന്നിട്ടുണ്ട്. അതിനെ പലപ്പോഴും തെറ്റിദ്ധരിച്ചവരുണ്ട്, വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്തവരുണ്ട്. പ്രത്യേകിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളുടെ ട്രാൻസ്ലേഷൻ വായിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഗ്രന്ഥങ്ങളുടെ അഗാധ തലങ്ങളിലേക്ക് ചെന്നെത്താൻ സാധിക്കാതെ വരാറുണ്ട്. ഞാനിത് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഉറുദു തന്നെ വായിക്കുന്ന ആളുകൾക്കും ഖലീഫമാർ ചില സമയത്ത് വിശദീകരിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുക. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ച് ഞാനൊരു ചെറിയ വിശദീകരണം ഇതിൻ്റെ അവസാനം നൽകണമെന്ന് കരുതിയതാണ്. അത് എങ്ങനെയാണ് അത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ഉഖ്റാ തുഹിബ്ബൂനഹ, എങ്ങനെയാണ് നമ്മൾ ആ ഇസ്ലാമിൻ്റെ വിജയത്തെ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് എങ്ങനെ അതിനെ ഇഷ്ടപ്പെടാം എന്നുള്ള അതിൻ്റെ പ്രാവർത്തിക മാർഗം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പറഞ്ഞു തന്നൊരു സംഗതി ഇസ്ലാമത്ത് ജ്ഞാനത്തിലുണ്ടത്. അതേപോലെ തന്നെ മൽഫൂദാത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഇതിൻ്റെ ഒരു വശം നമ്മുടെ നഫ്സ് ഇന്ന്, അഥവാ ലോകത്തിൻ്റെ മൊത്തം അവസ്ഥ അമ്മാറയുടെ പിടിയിലാണ്. ഞാൻ പറയുമ്പോൾ അമ്മാറ ഒന്നും ലവ്വാമ വേറൊന്നും അതിനുശേഷം മുത്തുമൈന എന്നുള്ള നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടെങ്കിൽ അതിന് തൽക്കാലം കുറച്ച് നേരത്തിന് വായിക്കുക. അത് മനസ്സിൽ കയറി കിടക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം അങ്ങനെ ഒരു സംഗതി ക്ലീൻ സ്ലേറ്റ് ആയിട്ട് കുറച്ച് നേരം വെക്കുക. അതിനുശേഷം പറഞ്ഞതിന് ശേഷം ബാക്കി എടുക്കാം. പിന്നെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വിചാരിച്ചു. മനുഷ്യൻ്റെ നഫ്സിനകത്തുള്ള മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുള്ള 2 ഊറ്റുകളാണ്. അതിന് മസീഹ് മൗഊദ് ഇസ്ലാമത്ത് ജ്ഞാനത്തിൽ വിവരിച്ചത് സർച്ചഷ്മ എന്നാണ്. അഭിവൃദ്ധി ഘട്ടം, 2ാമത്തെ ഘട്ടം എന്നൊക്കെ നിങ്ങൾ ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് വിസ്മരിച്ചിട്ട് പറയുന്നത് കേൾക്കണം. നമ്മുടെ 2 സർച്ചഷ്മ, അതായത് നഫ്സിൻ്റെ ഉള്ളിൽ തിന്മയെക്കുറിച്ച് നമുക്ക് ബോധനം നൽകുന്ന ഒരു ഉറവയുണ്ട്. അതേ സമയത്ത് തിന്മയിൽ നിന്ന് മാറ് എന്ന് നൽകുന്ന മറ്റൊരു ഉറവയും കൂടെ ഉണ്ട്. ഈ 2ഉം ഒരേ സമയത്താണ് ഫൈറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഞാനിപ്പോൾ അമ്മാറയിലാണോ ലവാമയിലാണോ അമ്മാറയിലാണോ എന്നുള്ള എന്താ പറയുക, സാധാരണ നാടൻ ഭാഷയിൽ ഒരു എക്കച്ചക്കാണ്, ഒരു സംശയത്തിൻ്റെ അടിയിൽ നിന്ന് കൂടുങ്ങാറുണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് തിന്മയെക്കുറിച്ച് എങ്ങനെ മനസ്സിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് വരുന്ന അതേ സമയത്ത് തന്നെ നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് മാറുന്നതിനെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് നിന്ന് അതിന് പ്രഭാവം ഉണ്ടാകുന്നു. ഈ 2 ഉറവകളും ഒരുപോലെ ഉണ്ടാകുമ്പോൾ അതിൽ ലവ്വാമയുടെ ശബ്ദത്തെ സ്വീകരിക്കുന്നതിനെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്
ലവ്വാമയുടെ ആ ശബ്ദത്തെ സ്വീകരിക്കുകയും അമ്മാറയുടെ ശബ്ദത്തെ തിരസ്കരിക്കുകയും ചെയ്യുന്നതിന് നഫ്സിന്റെ ജിഹാദ് എന്ന് പറയുന്നു. അത് ജീവിതത്തിൽ രാവിലെ ഉറക്കത്ത് നിന്ന് എണീറ്റത് മുതൽ പിറ്റേ ദിവസം ഉറങ്ങുന്നത് വരെയും ഉറക്കത്തിലും അനുഭവിക്കുന്നു. ഞാൻ എൻ്റെ മറ്റു വശത്തിലേക്ക് പോകാൻ പോകുന്നു. നമ്മളുടെ നഫ്സിനോട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്താലോചിച്ച് കിടക്കുന്നു, അത് അമ്മാറയിലാണോ, അമ്മാറയെ കെട്ടിപ്പിടിച്ചുറങ്ങണമോ അതോ ലവ്വാമയെ വാരിപ്പുണർന്നുറങ്ങണമോ, ഇതാണ് നമ്മൾ തീരുമാനിക്കാനുള്ളത്. ഏതിലാണോ ഉറങ്ങുന്നത് അതിലവൻ എഴുന്നേൽക്കും. ഒരു കുട്ടി കരഞ്ഞുറങ്ങിയാൽ അത് എണീക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ എണീക്കും. സന്തോഷിച്ചുറങ്ങിയാൽ സന്തോഷത്തോടുകൂടി എണീക്കും. അതുകൊണ്ട് തന്നെയാണ് നബി തിരുമേനി ദുആ ചെയ്തുറങ്ങുവാനും ഫാത്തിഹ ഓതി ഉറങ്ങാനും ആയത്തുൽ കുർസി ഓതി ഉറങ്ങുവാനും സലാത്ത് ചൊല്ലി ഉറങ്ങുവാനും അവസാനത്തെ കുൽ ഓതി ഉറങ്ങുവാനും കയ്യിൽ ഊതുവാനും നെഞ്ചത്ത് ശരീരമാകമ തടയുവാനും ഒക്കെ നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ സമയത്തും നഫ്സെ അമ്മാറയുടെ അതിശക്തമായ പിടുത്തം, ഇത് ചെയ്യൻ. പക്ഷേ ലവ്വാമ നമ്മുടെ മനസ്സിൽ തന്നെ അൽഹാമഹ ഫുജൂറഹ വ തഖ്വഹ, നഫ്സിനെ സൃഷ്ടിച്ച സമയത്ത് തന്നെ ഫുജൂറും തഖ്വയും ഒന്നിച്ചാണ് അല്ലാഹ് ഇൽഹാം ചെയ്തത്. ആ ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ തഖ്വയെ വാരിപ്പുണരുന്ന ഒരവസ്ഥയും ഫുജൂറിനെ തിരസ്കരിക്കുന്ന ഒരവസ്ഥയും, ഇതിൻ്റെ പേരാണ് ജിഹാദ് എന്ന് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു. ഇത് എല്ലാ നിമിഷവും ആ ഫൈറ്റിലാണ് നമ്മളുള്ളത്. അതിൽ ലവ്വാമയെ പുണരുമ്പോൾ നമ്മൾക്ക് മുത്തുമൈനയുടെ അവസ്ഥയുടെ ഒരു ലാഞ്ചന അനുഭവിക്കാൻ സാധിക്കുന്നു. അല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏതോ കാലത്ത് കിട്ടുന്ന ഒന്നാണ് മുത്തുമൈന എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല. നമ്മൾ ഏതൊരു കാര്യത്തിൽ ലവ്വാമയെ സ്വീകരിക്കുകയും അമ്മാറയെ തിരസ്കരിക്കുകയും ചെയ്യുന്നുവോ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന അവസ്ഥയുടെ പേരാണ് മുത്തുമൈന. ഒരു നിശ്ചിത ദൂരം വരെ ദിവസവും ഇതേപോലുള്ള ജിഹാദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ ജിഹാദിൽ അതാണ് നഫ്സിന്റെ ജിഹാദ്. ആ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു കിട്ടുന്ന അനുഭൂതി, മുത്തുമൈനയുടെ അവസ്ഥ, അവൻ്റെ ഓരോ നിമിഷവും അനുനിമിഷവും അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഭൂതിയെ വ ഉഖ്റ തുഹിബ്ബൂനഹ, നാം ഇഷ്ടപ്പെടുന്ന ഒന്നാണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നാം സ്നേഹിക്കുന്ന, നാം പ്രേമിക്കുന്ന ഒരു ഘട്ടമാണ്, ഒരു അവസ്ഥയാണ് ആ ഒരു നിലപാട്. ആ അനുരക്തിയുടെ, ആ മുഹബ്ബത്തിൻ്റെ നിലപാടിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് നാം മുത്തുമൈനയുടെ അവസ്ഥയിലുള്ളത്. ഇത് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എപ്പോഴും ലവ്വാമയുടെ കാര്യം തന്നെ സ്വീകരിക്കുകയും അമ്മാറയെ തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള അവയവങ്ങളെപ്പോലെ തന്നെ വികാരത്തിലുള്ള അവസ്ഥയും, നമ്മുടെ എല്ലാ കഴിവുകൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സംഗതി എന്താണ്? എക്സസൈസ് ചെയ്താൽ അത് വളരും, വെറുതെ വെച്ചാൽ തളരും എന്നുള്ളതാണ്. ലോകത്ത് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്താൽ വെള്ളം കൂടും, വെറുതെ വിട്ടാൽ അത് നശിച്ചു പോകും. എവിടെയും അള്ളാഹുവിൻ്റെ നിഅമത്ത്, അള്ളാഹുവിൽ നിന്ന് വരുന്ന ഒരു നിഅമത്തും ചെലവാക്കിയാൽ കഴിയുന്നതില്ല. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ചിട്ടും ഈ തത്വത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട് തഫ്സീർ കബീറിൽ. ഞാനിവിടെ പറഞ്ഞു വന്നത്, നമ്മുടെ നഫ്സെ അമ്മാറയെ ഒരിക്കലും നമ്മളുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കാതെ അടിക്കടി തിരസ്കരിച്ചു കൊണ്ടിരുന്നാൽ നഫ്സെ അമ്മാറ ചത്തുപോകും. അതാണ് നബി തിരുമേനി പറഞ്ഞത്, എൻ്റെ ഷൈത്താൻ മുസ്ലിമായിട്ടുണ്ട്, അവൻ എന്നോട് ഒന്നും പറയാൻ നിവൃത്തിയില്ല. ഈ ഒരവസ്ഥയിലെത്തുമ്പോൾ അമ്മാറക്കും വേറെ പണിയൊന്നുമില്ല. അമ്മാറക്ക് പണിയില്ലാതെ മാറി നിൽക്കുമ്പോൾ ചത്തുപോകുമ്പോൾ പിന്നെ ലവ്വാമക്ക് പണിയില്ല. അമ്മാറ നമ്മെ ശല്യം ചെയ്യുമ്പോഴാണ് ലവ്വാമക്കുള്ള പണിയുള്ളത്. ആ ലവ്വാമയും മാറിക്കഴിയുമ്പോൾ ആ സമയത്താണ് സലാഹിയത്തിൻ്റെ പദവിയിലേക്ക് സാലിഹായ ഒരു മനുഷ്യനായിത്തീരുന്നത്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين من النبيين والصديقين والشهداء والصالحين. അതിൽ അവസാനം പറഞ്ഞ സാലിഹ് എന്ന പദവിയിലേക്ക് എത്തുന്നത് നമ്മൾ മുത്തുമൈനയിലേക്ക്, അതായത് അമ്മാറയുടെ ശല്യം തീർന്ന് മുത്തുമൈനയിലെത്തുമ്പോഴാണ് നമ്മൾ സാലിഹായി മാറുന്നത്. അല്ലാതെ ഒരു പ്രാവശ്യം ചന്ത കൊടുത്താൽ ഒരു പ്രാവശ്യം നിസ്കരിച്ചു പോകാൻ സാലിഹായി എന്ന് പറയുന്ന നിർത്തില്ല. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഇൻഫാഖ് ഖുദ്സിയ എന്ന പ്രഭാഷണത്തിൽ വിശദീകരിച്ചിട്ടുള്ളൊരു സത്യമാണിത്.
അവിടെ വെച്ച് അള്ളാഹു നമ്മെ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലെത്തും. അതിനെ മസീഹ് ഇസ്ലാമത്തെ ജ്ഞാനത്തിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് നമ്മുടെ ഭക്ഷണമായി മാറുന്നു. അള്ളാഹുവിൻ്റെ ഇംഗിതം നമ്മുടെ ഭക്ഷണമായി മാറുന്നു. അവിടെ വെച്ച് ജിഹാദ് അവസാനിക്കും. നഫ്സിനോടുള്ള ജിഹാദ് അവിടെ വെച്ച് പ്രതിഫലവും അവസാനിക്കും. അവിടെ വെച്ച് അത് നമ്മുടെ ഭക്ഷണമായി മാറുകയാണ്. അതുവരെയുള്ള ഘട്ടത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ജിഹാദ് ചെയ്ത് അള്ളാഹുവിൻ്റെ മുഹബ്ബത്തിൽ അവനെ ആ മുഹബ്ബത്തിനെ കാംക്ഷിക്കുന്നതിനെയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ലോകം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് അഹമ്മദിയത്തിൻ്റെ വിജയം എന്നുള്ളത്. അതായത് ദോഷൈകമായ ചിന്തകളെ പരിപൂർണമായി വർജിക്കുവാനുള്ള ശക്തി എനിക്കും ലോകത്തിലുള്ള ഓരോ വ്യക്തിക്കും ഉണ്ടാകണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിജയം. അതിനുവേണ്ടിയാണ് നമ്മൾ ചന്ത കൊടുക്കുന്നതും, അതിനുവേണ്ടിയാണ് നിസാമിനെ അനുസരിക്കുന്നതും, അതിനുവേണ്ടിയാണ് ഖലീഫയോട് ബന്ധം പുലർത്തുന്നതും, അതിനുവേണ്ടിയാണ് ജമാഅത്തിൽ നിലകൊള്ളുന്നതും. ഇതല്ലാത്ത വേറെ പല ചെറിയ ചെറിയ കാര്യങ്ങൾ അതെന്താണ് ഇതെന്താണെന്ന് പറയുന്നത് വണ്ടി മാറി കയറിയ ആൾക്കാരാണ്. ജമാഅത്ത് എന്ന് പറയുന്നത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വെച്ചിട്ടുള്ള ജമാഅത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഈ ജിഹാദിലാണ് അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ നിവൃത്തിയുള്ളൂ. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനുള്ള ഒരു തിജാറത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞത് ഈ ജിഹാദിലാണ്. ആ ജിഹാദിൽ പങ്കെടുക്കുന്നവനല്ലാതെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. മനസ്സമാധാനം ഉണ്ടാവുകയില്ല, എവിടെയും സമാധാനം ഉണ്ടാവില്ല. ആ ഒരവസ്ഥ ലഭിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അവർക്ക് കിട്ടുന്ന അവരുടെ അടുത്ത പടികളാണ് സിദ്ദീഖും ഷുഹദാവും സാലിഹും, സിദ്ദീഖും ഷുഹദാവും അതേപോലെ തന്നെ നുബുവത്തിൻ്റെയും മക്കാമുകൾ. പക്ഷേ ആ മക്കാമുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇടയിൽ 7ഓളം ഘട്ടങ്ങളെക്കുറിച്ച് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട് തൻ നജാത്ത് എന്ന ഗ്രന്ഥത്തിൽ. അതിൽ ഒരു ഘട്ടത്തെ ഞാനൊന്ന്, ഒരു അപകടമുള്ള ഒരു ഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഞാൻ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും ഞാനിങ്ങനെ ചെയ്തു. അവിടെയാണ് നമ്മൾ അഹമ്മദ് അല്ലാതായിത്തീരുന്നത്. ഹംദ് അള്ളാഹുവിനല്ലാതെ നമുക്ക് വേണ്ടി ചെയ്യാണ് ആ സമയത്ത്. എൻ്റെ അറിവ്, എൻ്റെ പ്രാഗൽഭ്യം, എൻ്റെ പാണ്ഡിത്യം, അതല്ലെങ്കിൽ എൻ്റെ നൈപുണ്യം, എൻ്റെ പ്രത്യേകമായിട്ടുള്ള ചാതുരി കൊണ്ടാണ് ഇത് നടക്കുന്നത് എന്ന് ഈ ഇസ്ലാമിൻ്റെ വിജയത്തിലേക്കുള്ള പാതയിൽ ഒരു അളവൊരുത്തൻ്റെ ചിന്തയിൽ ഉദിച്ചുയർന്നാൽ അവിടെ അവൻ അഹമ്മദിൽ നിന്നാണ് തന്നെ കട്ട് ചെയ്യുന്നത്. ഒരു നല്ലൊരു സെക്രട്ടറി നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അയാൾ തോന്നുകയാണ് ഇതിപ്പോൾ ചെയ്യുന്നത് ഞാനാണ് എന്നയാൾക്ക് തോന്നിയാൽ അഹമ്മദിൽ നിന്ന് അയാൾ തന്നെ കട്ട് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് ആദ്യത്തെ ആയത്തിൽ തന്നെ അയാൾ കട്ട് ചെയ്തു പോയി. അവിടെയാണ് വിനയത്തിൻ്റെ അങ്ങേയറ്റത്തെ, അവൻ്റെ സ്വഭാവത്തിൻ്റെ, അവന് കിട്ടിയ അവസരത്തിൻ്റെ എല്ലാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ എല്ലാം അവന് മനസ്സിലാവുന്നത്. ഈവൻ ഒരു സമയത്ത് ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ പോലും അതിനെയും അള്ളാഹുവിൻ്റെ സ്തുതിയോട് കൂടിയിട്ടാണ് അവിടെ അംഗീകരിക്കുന്നത്. എവിടെ ഏത് വിധത്തിലാണോ അവന് നന്മയുടെ അവസ്ഥ കിട്ടുന്നത് അവിടെയൊക്കെ മുഴുവൻ തൻ്റെ ഹംദിൽ നിന്ന് മുക്തമായി അള്ളാഹുവിൻ്റെ ഹംദ് ചെയ്യുന്ന ഒരവസ്ഥ. ഈ അഹമ്മദിൻ്റെ ഘട്ടത്തിലേക്കാണ്, ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വ്യക്തിപരമായ നാമം അഹമ്മദ് എന്നത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാമമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പേര് ലഭിക്കുന്നു, അഹമ്മദി എന്ന പേര്. പക്ഷേ യഥാർത്ഥത്തിൽ ആ നാമത്തിന് നമ്മൾ അർഹരായിത്തീരുന്നത് ഞാനീ പറഞ്ഞ കാര്യത്തിന് വേണ്ടി മനസാ വാച കർമ്മണ ഒരുങ്ങുന്നതോടെയാണ്. അത് വലിയൊരു ഘട്ടമാണ്. പക്ഷേ അതിലേക്ക് നമ്മുടെ ഒരു നിമിഷം പോലും, അതിനൊരു അളവ് പോലും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്ത് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ കാൽവെപ്പിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നാം നോക്കേണ്ടത് 3 കാര്യങ്ങളെയാണ്. ഞാൻ ഉദ്ധരണികളൊക്കെ എടുത്ത് പറയാൻ സമയമാണ് എന്നെ അനുവദിക്കാത്തത്. 3 കാര്യങ്ങളെയാണ്. ഒന്ന്, നമ്മൾ നമ്മെ അർപ്പണം ചെയ്തിട്ടുണ്ടോ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് മുമ്പിൽ എന്നുള്ളത്. അഹമ്മദ് എന്ന് പറയുന്നത് ഹംദ് ചെയ്യുമ്പോഴപ്പോഴാണ് നമ്മളുടേതൊന്നുമല്ലാത്ത നിലയിൽ അള്ളാഹുവിന് വേണ്ടി സർവാർപ്പണ മനസാ വാച കർമ്മണ സമർപ്പണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ ഓരോ കർമ്മത്തിലും ഇത് എൻ്റെതാണെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, അത് മുഴുവൻ അള്ളാഹിൻ്റെതാണെന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ചെയ്യുന്നത്
എൻ്റെ റബ്ബിൻ്റെ അനുസരണ വൃത്തത്തിൽ നിന്നുകൊണ്ടാണോ അതോ പുറത്താണോ? ഞാൻ ദേഷ്യപ്പെടുന്നത്, ഞാൻ ചീത്ത പറയുന്നത്, ഞാൻ തമാശ പറയുന്നത്, ഞാൻ എൻ്റെ അനക്കവും എൻ്റെ ഒതുക്കവും എൻ്റെ കിടത്തവും എൻ്റെ ഇരുത്തവും എൻ്റെ നടത്തവും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അനുസരണ വൃത്തം എന്നൊരു വൃത്തത്തിൽ നിന്നുകൊണ്ടാണോ അതോ ആ വട്ടത്തിൽ നിന്ന് പുറത്തു നിന്നുകൊണ്ടാണോ? അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവിടെ വരുന്നത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് തർക്കെ റിസായ ഖവിഷ് പേ മർസിയെ ഹുദ, നമ്മുടെ ഇഷ്ടത്തെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കലാണ്. അവിടെയാണ് ഇത്താഅത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അനുസരണം എന്നുള്ളത് നമ്മളെ ഇഷ്ടത്തെ ഒഴിവാക്കി നമ്മുടെ ഇഷ്ടം വലിച്ചെറിഞ്ഞ് എൻ്റെ ഇഷ്ടം എന്തോ ആവട്ടെ വലിച്ചെറിയട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ തന്നെ ഇട്ടുകൊടുക്കുന്നതിനാണ് ഇത്താഅത്ത് അഥവാ അനുസരണം എന്ന് പറയുന്നത്. അല്ല ഒരു കായിദ് പറയുമ്പോൾ ഇരുന്നു എന്ന് പറയലല്ല. കായിദ് പറയുമ്പോൾ എൻ്റെ ഇഷ്ടത്തെ ഞാൻ ഒഴിവാക്കി നിസാമിൻ്റെ ഇഷ്ടത്തെ ഞാൻ അനുസരിച്ചു, അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഹുജ്ജത്ത് ബാസി എന്ന് പറയുന്ന മറ്റൊരു ശൈത്താനുണ്ട്. ഞാൻ അത് ഇത് കഴിയട്ടെ എന്നിട്ട് പറയാം. ഈ ഒരു സംഗതിയിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെയും നമ്മളുടെ സമർപ്പണത്തെയും കഴിഞ്ഞാൽ അടുത്ത പടിയായി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറയാണ്, ഇതുകൊണ്ട് ഈ പണി ചെയ്യുമ്പോൾ എനിക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുമോ, കൂടുതൽ വർദ്ധിക്കുമോ, അതോ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകുമോ? മൂന്നാമത്തെ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. ഇത് ചെയ്താൽ എനിക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കൂടുമോ അതോ ഇഷ്ടത്തിൽ നിന്ന് പുറകോട്ട് പോകുമോ? ഈ മൂന്ന് ചോദ്യത്തിനും ഹാ അതെ എന്ന ഉത്തരം കിട്ടിയാൽ എൻ്റെ സമർപ്പണം ഞാൻ അള്ളാഹുവിൽ സമർപ്പിച്ചു, അതാണ് ഇസ്ലാം. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ അനുസരിച്ചു, അതാണ് ഇസ്ലാം. ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നതാണ്. മറ്റൊന്ന്, എനിക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഈ കർമ്മം കൊണ്ട് കൂടി വർദ്ധിച്ചു, എനിക്ക് കുറഞ്ഞിട്ടില്ല, അല്ലെ ഉള്ള നിലയിൽ ഞാൻ പുറകോട്ട് പോയിട്ടില്ല, ഇതിനെയും ഇസ്ലാം എന്നാണ് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നാം എന്ത് പ്രവർത്തിച്ചാലും അത് അള്ളാഹുവിൻ്റെ ഹംദിനെ വാഴ്ത്തലാണ്. ആ ഹംദിനെ വാഴ്ത്തുന്ന ഒരു ഘട്ടത്തെയാണ് അഹമ്മദിയ കാലഘട്ടം, അഹമ്മദിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആത്യന്തികമായിട്ടുള്ള ഇസ്ലാമിൻ്റെ വിജയം. മോഡി കൊണ്ടുള്ള വിജയം അത് കിട്ടുന്ന ആളുകൾക്ക് ലഭിച്ചുവെങ്കിൽ മാത്രമാണ് അത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അതിൽ നമ്മൾ അനുഗ്രഹീതരാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിഹി. കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ജനങ്ങൾ ദീനിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിക്കുകയും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ മഹത്തായ വിജയവും അള്ളാഹുവിൻ്റെ സഹായവും വരികയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നീ തസ്ബീഹ് ചെയ്യണം. എവിടെ? സബ്ബഹ ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർളി. തസ്ബീഹ് നിലച്ചുപോയ ആ കാലഘട്ടത്തിൽ, ഫത്രത്തിൻ്റെ കാലഘട്ടത്തിൽ നീ അള്ളാഹുവിനെ വീണ്ടും തസ്ബീഹ് ചെയ്യണം. ബിഹംദിക, ആ ഹംദോടുകൂടി. അഹമ്മദ് യഥാർത്ഥത്തിലായത്, മുഹമ്മദ് യഥാർത്ഥത്തിലായ ആ ഹംദോടുകൂടി. ഹംദിക വസ്തഗ്ഫിറുഹു, അവനോട് നീ ഇസ്തിഗ്ഫാർ ചെയ്യണം. അത്ഭുതകരമായിട്ടുള്ള ഒരായത്തിൻ്റെ കഷ്ണമാണ് ബാക്കിയുള്ളത്. ഖുർആനിൽ ഗഫൂർ എന്ന പദം പ്രയോഗിച്ച സ്ഥലങ്ങൾ, മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ റഹീം എന്ന അള്ളാഹിൻ്റെ സിഫത്ത് പറയാതെ ഒരൊറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ, അത് ഇവിടെ മാത്രമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും റഹീമിയത്തിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഹക്കീം എന്ന പദത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഗഫൂർ എന്നുള്ള പദം അള്ളാഹുവിൻ്റെ സിഫത്ത്. അള്ളാഹു ഗഫൂറാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടണമെങ്കിൽ റഹീമിയത്ത് കൂടെ വേണം. റഹീമിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ശ്രമവും ആ ശ്രമത്തിൻ്റെ ഫലമായി അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന പ്രതിഫലവും ഉണ്ടെങ്കിൽ മാത്രമേ മഗ്ഫിറത്തിൻ്റെ പൂർണ്ണ നിലയിലേക്ക് എത്തുകയുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ സവിശേഷമായ അനുഗ്രഹമുള്ള ഈ കാലഘട്ടത്തിൽ അള്ളാഹു ആ പദത്തെ ഖുർആനിൽ ഇവിടെ പറയുമ്പോൾ അത് ഒഴിവാക്കിയെങ്കിൽ അള്ളാഹുവിൻ്റെ സവിശേഷമായ അനുഗ്രഹം നാം ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ കൂടുതൽ ആ കാലഘട്ടത്തിൽ അഹമ്മദിൻ്റെ പ്രാർത്ഥനയും ആ കാലഘട്ടത്തിൽ അഹമ്മദിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ സവിശേഷ ശ്രദ്ധയും അവരുടെ സ്നേഹവും നമ്മളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അതിൽ നിന്ന് നമ്മളെ മുക്തമാക്കുന്നു. നമുക്കത് അനുഭവത്തിൽ നിന്ന് കാണുന്നൊരു സംഗതിയാണ്. ഇന്ന് അഹമ്മദിയത്തിൽ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിൽക്കാൻ കഴിയുന്നതിന്
മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പ്രാതിനിധ്യം വഹിക്കുന്ന ഖിലാഫത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. 2 കുട്ടികൾ ഖലീഫത്തുൽ മസീഹ് സാനി കിടന്നുറങ്ങുമ്പോൾ ആ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. പോകുമ്പോൾ ഉമ്മേ താഹിറിനോട് ചോദിക്കുന്നു റളിയല്ലാഹു തആല അൻഹ, ഞങ്ങൾക്ക് തബറുക്ക് വേണം ഖലീഫത്തുൽ മസീഹ് സാനിയുടെ അടുത്തുനിന്ന്. അപ്പോൾ ഉമ്മേ താഹിർ പറഞ്ഞു കടന്നു പോകുന്നു, അവിടെ പോയിട്ട് ചോദിച്ചോന്ന് പറഞ്ഞു. ആ കുട്ടികൾ ചെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തബറുക്ക് ഹുസൂർ കിടക്കണ തറയിൽ ഒരു തലക്കണി വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖലീഫത്തുൽ മസീഹ് ചാടി എണീറ്റ്, എന്നിട്ട് ചിരിച്ചുകൊണ്ട് പുസ്തകം മാറ്റി വെച്ച് കണ്ണാടി മാറ്റി വെച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, എന്ത് വേണോ, എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് തബറുക്ക് വേണമെന്ന് പറഞ്ഞു. തബറുക്കിനെന്ന് പറയുന്നത് മൊമൻറ്റോ എന്ന് പറയും ഇംഗ്ലീഷിൽ, അതായത് ഒരു പിന്നെ ബർക്കത്താക്കപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം. അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഹുസൂർ 2 ആപ്പിൾ കൊടുത്തിട്ട് ആ കുട്ടികൾക്ക് ചെത്തി കഷ്ണങ്ങളാക്കി അവരുടെ കയ്യിൽ കൊടുത്ത് വായിലിട്ട് കൊടുത്ത് കുട്ടികളെ ചിരിച്ചിരുന്ന് തിന്നതിന് ശേഷം കുറച്ചു നേരം കളിച്ചിട്ട് വീണ്ടും കയറി ചെന്നു ഹുസൂർ വായിക്കുന്ന റൂമിലേക്ക്. അപ്പോൾ ഹുസൂർ ചോദിച്ചു, നിങ്ങൾ പോയിട്ടില്ല എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് തബറുക്ക് വേണം. അപ്പോൾ അതല്ലോട് തന്നതെന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് കുറച്ച് ബലമുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും കൊണ്ടടക്കാനുള്ളത് വേണം. അപ്പോൾ പറഞ്ഞു, അത് വേറെ വേണമല്ല എന്ന് പറഞ്ഞു. ഹുസൂർ എണീറ്റ് പോയിട്ട് 2 ടവൽ 2 കർച്ചീഫ്, നമ്മൾ ഹാൻഡ് കർച്ചീഫ് 2 എടുത്തു കൊടുത്തു. 54 പാകിസ്ഥാനിൽ കലാപം നടക്കുമ്പോഴേ ഒരു വീട് കത്തി നശിച്ചു, എതിരാളികൾ കത്തിച്ചു കളഞ്ഞു. അവിടുന്ന് 2 യുവാക്കൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാണ്. ആ വീട്ടിൽ നിന്ന് പുറത്തു വന്ന 2 യുവാക്കൾ. അവരോട് ചോദിച്ചു, എന്തിനാണ്, വീട് കത്തിയതിനാണോ നഷ്ടപ്പെട്ടതിനാണോ എന്തിനാണ് കരയുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളെ 2 ടവലുണ്ടായിരുന്നു, അതതിൻ്റെ ഉള്ളിൽ നശിച്ചെന്ന്. ഈ ഒരു ബന്ധമാണ് ഒരു ഖലീഫ നമ്മൾ വായിക്കുന്നിടത്ത് നമ്മുടെ കുട്ടികളിൽ നിന്ന് തിരിച്ചു വന്നാൽ നമ്മൾ ആട്ടിവിടും. അങ്ങനെയല്ല, ആ കുട്ടികളുടെ സ്നേഹബന്ധം തബറുക്ക് ചോദിക്കുന്നു, അവർക്ക് അറിയാത്തത് കൊണ്ട് വീണ്ടും ചോദിക്കുന്നു, അത് വീണ്ടും കൊടുക്കുന്നു. ആ തബറുക്കിൻ്റെ വില തങ്ങളുടെ സർവസ്വവും കത്തി നശിക്കുമ്പോഴും ആ 2 ടവലിന് വേണ്ടി കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരവസ്ഥ. ഇതാണ് റഹീമായ അള്ളാഹുവിൻ്റെ ആ സിഫത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഗഫാറായ സിഫത്തിനെ മാത്രം അള്ളാഹു എടുത്തു പറയുന്നത്. ഈ ഒരു ബന്ധം അഹമ്മദിയത്തിൻ്റെ ഉള്ളിലല്ലാതെ വേറെ ലോകത്തെവിടെയും കിട്ടില്ല. ഖലീഫത്തുൽ മസീഹ് പറയുമ്പോൾ ലോകത്ത് ഭൂമിയുടെ ഒരു ഭാഗവും അവശേഷിക്കുന്നില്ല അവിടെ അഹമ്മദികളുണ്ടെങ്കിൽ അവരെ ഓർത്ത് അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാതെ ഉറങ്ങിയ ഒരു നാളുമില്ല. ഈ ഒരു വലയത്തിലുള്ള ഒരു വിജയമാണ് അഹമ്മദിയത്തിൻ്റെ വിജയം. അതിനാണ് അഹമ്മദ് ആരാണെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. അവിടെയാണ് മുഹമ്മദ് നബിയുടെ 2ാമത്തെ നിയോഗത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ജിഹാദാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ.